എന്ത് പണിയാ ബിനു കാണിച്ചത്? എന്തിനാ ഇവിടെ വന്നത്? എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു. കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ടാവുകയും അതറിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ വാരുകയും ചെയ്യുന്ന ഒരു രസമല്ലേ? പിന്നെ നാളെ കോളേജിൽ നിന്ന് എല്ലാരും കൂടിയിട്ട് എന്നെ വരും. തന്റെ വാചമൊന്നും വേണ്ട, കേറാൻ നോക്ക്. വേണ്ട ബിനു, ആരെങ്കിലും കണ്ടാൽ എനിക്ക് പേടിയാവുന്നു. ഇന്നെന്താ പുതിയൊരു പേടി? അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്നെ സ്റ്റൈലായിട്ടും കെട്ടിപ്പിടിച്ചു, എല്ലാ പേടിയും അങ്ങ് മാറും. ആ കയറാൻ നോക്ക്. ബിനു എന്തായത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു സുഖമൊക്കെ ഇല്ലേ? ഇനി തന്നെ ഇറക്കി വിടാമെന്ന് വെച്ചാ ചട്ടക്കിടിച്ചാ പോലും താൻ ഇറങ്ങത്തില്ല. അതാ ആമ്പിള്ളാരുടെ ഒരു കഴിവ്, മനസ്സിലായി? എന്താ ഇത്? ബിനു, ഏയ് എന്താ ഇത്? ബിനു, what's wrong? ഇതാടാ ഇതാടാ അതെന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ. എടാ, മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ലല്ലോ, അതിനുമുമ്പ് തുടങ്ങിയോ? ചേട്ടാ അത് മാറിക്കടാ അങ്ങോട്ട്. എടാ മാറിക്ക. കൊച്ചേ, എന്താ നിന്റെ പേര്? എവിടാ നിന്റെ വീട്? മാതാ ഹോസ്പിറ്റലിന്റെ അടുത്താ. തന്നോട് ചോദിച്ചോ? ആ കൊച്ചൊന്നും പറയാത്തോണ്ട് പപ്പൻ പറഞ്ഞു പോയതാ. കോളേജിൽ പഠിക്കാൻ പോകുന്നത് കണ്ട ആമ്പിള്ളേരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാണ് കാര്യം. ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് പോയാൽ കുട്ടിയുടെ ലൈഫ് സ്പോയിലായി പോകും. കരയാതെ കൊച്ചേ, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയാന്നേ, കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇങ്ങോട്ട് കയറാ. വണ്ടിയെ കയറേ. മാറിക്കട അങ്ങോട്ട്. ഇപ്പൊ മനസ്സിലായോ കൊച്ചെ, കൊച്ചന്റെ കാമുകന്റെ തൽസ്വരൂപം? നിന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും ഇവൻ മടിക്കല. ഇതിന് എവിടെന്നാ പിടിച്ചെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാൻ. മനസ്സിലായോ?